ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു സീറോ കോസ്റ്റിൽ ഇങ്ങനെ ഒരു അക്വേറിയം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നുള്ളൂ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി ഒരു പ്ലാസ്റ്റിക് ഡബ്ബ എടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് മുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അടപ്പൻ അങ്ങനെ വെച്ചിട്ടുണ്ട്, അതൊന്നും മാറ്റിയിട്ടില്ല, മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കത്തി ചൂടാക്കിയാണ് മുറിച്ചത്. വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമുക്ക് മുറിച്ച് കിട്ടും. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഏകദേശം ടാങ്കിൻ്റെ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ഞാൻ പയ്യെ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒരു ലെവൽ വരെ നിർത്താൻ ശ്രദ്ധിക്കുക, കൂടിപ്പോകരുത്. ആൻഡ് നല്ല അടച്ചുറപ്പുള്ള പാത്രം എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ലീക്കൊന്നും ഉള്ള പാത്രം എടുക്കരുത്. വെള്ളം നമ്മൾ ഏകദേശം ഈ ഒരു ലെവൽ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നിന്നും കൂടി കാണിച്ചു തരാം. നിറഞ്ഞിട്ടില്ല, കുറച്ച് ഈ ഒരു രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗപ്പീസാണ് ഇതിനകത്ത് വളർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവർ ഒരു ഭംഗിക്കുറവുള്ളതുകൊണ്ട് നമ്മളൊരു ചെടി ഭംഗി കൂടാൻ വേണ്ടി ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ചെടിയൊക്കെ നന്നായിട്ട് വളർന്നോളും. നല്ല പ്രകാശം കിട്ടുന്നതുകൊണ്ട് നന്നായിട്ട് വളർന്നോളും. നമുക്ക് എല്ലാ വ്യൂവിൽ നിന്നും കാണാൻ പറ്റും. സൈഡ് വ്യൂ ആണെങ്കിലും ടോപ്പ് വ്യൂ ആണെങ്കിലും നല്ലൊരു സെറ്റപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം കാണാം. എല്ലാവർക്കും ബൈ.